ഇന്ന് ഗുരുവായൂരിലെ ഞാനുള്ളത്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു സന്തോഷ വാർത്തയാണ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു ആൾ 50 പശുവിനെ കൊടുത്തേക്കണം. ഇന്ന് ദിവസം 50 പശുക്കളേനെ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരാൾ വഴിപാടായിട്ട് കൊടുത്താണ്. ഇതാണ് പശുക്കൾ ഗുരുവായൂർ അമ്പലത്തിൽ കെട്ടിയിട്ട് വിട്ടിട്ടുണ്ട്. 50 പശുക്കളേനെ ഇന്ന് ഗുരുവായൂരപ്പനെ വഴിപാടായിട്ട് ഒരാളുടെ വക. ഇനി 50 പശു എത്തിയിട്ടില്ല, 40-30 എത്തിയിട്ടുള്ളൂ. എണ്ണി നോക്കിയാലേ അറിയുള്ളൂ. അതിൽ കുഞ്ഞു കുഞ്ഞു പശുക്കുട്ടികളുണ്ട് കേട്ടോ. എന്ത് ഭംഗിയായിട്ടുണ്ട് കാണാമെന്നറിയോ. ഇതാ ഒരു പശുക്കുട്ടി കൃഷ്ണന് കൊടുത്തിട്ടുള്ളതാണ്. ഇന്ന് 50 പശുവിന് മാത്രമല്ല വൈക്കോല് കൂട്ടത്ര കൊടുത്തേക്കണം. 50 പശുവിന് 30-40 പശുവുണ്ട്. ഇവിടെ വെടി പിടിക്കാൻ പോകും പശുവിൻ്റെ കുട്ടികൾ. ഇതാണ് പശുക്കുട്ടികൾ. ഇത് ഭംഗിയായിട്ടുള്ള പശുക്കുട്ടികൾ. കൃഷ്ണന് വിഷുവായിട്ട് ഒരു ഭക്തൻ്റെ ഗിഫ്റ്റാണ് ഗുരുവായൂരപ്പന്. വിഷുവായിട്ട് വിഷുക്കണി ഗുരുവായൂരപ്പന് പശുവിനെയാണ് കൊടുത്തിട്ടുള്ളത്. 50 പശു കുഞ്ഞു 50 കുട്ടികളുണ്ട് കേട്ടോ. കാണാൻ നോക്കുക എങ്ങനെ ഉണ്ട്. സുന്ദരകൂട്ടന്മാരായിട്ട് ഉറങ്ങി നിൽക്കണം. കുട്ടൂസ് നോക്ക്. കൃഷ്ണനെ വഴിപാടായിട്ട് ഇന്ന് കിട്ടിയിട്ടുള്ളതാണ്. കാണാൻ വേണ്ടി ഇപ്പം ആനേനെ വഴിപാട് കൊടുത്ത ആൾക്കാർ വന്നിക്കില്ല. അതുമാതിരി ഇപ്പം നിൽക്കണത് ഈ പശുവിനെ കാണാൻ. 50 പശുവിനെയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ. നോർത്ത് പറവൂരിൽ നിന്ന് വന്നിട്ടുള്ള സുരേഷ് വിജയൻ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഉണ്ടെങ്കിൽ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്. ധർമ്മൻ രാജു എന്നിവർ കാത്തു നൽകുന്നു.